ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡോണിഗൽ തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ ശരിക്കും സ്ലൈഗോ പോയി, അതിന് മുമ്പ് നമ്മൾ റോസ് കോമണിലായിരുന്നു. അപ്പം ഇന്ന് ബാക്ക് ടു ഡോണിഗലാണ്. അപ്പം നമ്മൾ ഡോണിഗലിലുള്ളത് എൻ്റെ പുറകിൽ കാണുന്നതാണ് സ്ലീവ് ലീക്ക് ക്ലിഫ് സെൻ്ററാണ്. സ്ലീവ് ലീക്ക് ക്ലിഫ് സെൻ്റർ ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ ക്ലിഫാട്ടോ. യൂറോപ്യൻ ഇതിലെ ഏറ്റവും വലിയ ക്ലിഫാണെന്നാണ് എനിക്ക് സെർച്ച് ചെയ്ത് പറയാൻ പറ്റിയത്. അപ്പോൾ നമ്മളിന്ന് അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് ഇവിടെ നമുക്ക് ഷട്ടിൽ ബസ് സർവീസസ് ഉണ്ട്. അപ്പം എൻ്റെ പുറകിലുള്ള അവരുടെ സെൻ്ററാണ്, മെയിൻ സെൻ്ററാണ്. അവിടെ നമുക്ക് ഇതുപോലത്തെ ഉണ്ട് ഷട്ടിൽ ബസ്. ഇത് എൻ്റെ പുറകിൽ കാണുന്ന കൂട്ട് ഇതുകൊണ്ട് ബസ് ഷട്ടിൽ ബസ് ഉണ്ട് പുറകെ നമുക്ക് പോകാനായിട്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഏകദേശം ഇവിടുന്ന് നമുക്ക് 5 കിലോമീറ്ററോളം ഉണ്ട് പോകാനായിട്ട്. അപ്പം അഡൽട്ട്സിന് ചാർജ് വരുന്നത് 9 യൂറോയും അതുപോലെ തന്നെ കിഡ്സിന് വരുന്നത് 7 യൂറോയാണ് വരുന്നത്. അപ്പം ക്ലിഫിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് ഇനി ക്ലിഫിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതുണ്ട്, ഇതാണ് അവരുടെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണെന്ന് ശരിക്കും നമ്മൾ വന്ന് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തത്. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നമുക്ക് അവരിതുപോലെ ഇതുണ്ടോ, നമുക്ക് ടൈമിങ്, നമ്മുടെ ബസ് ടൈമിങ് കാര്യങ്ങളെല്ലാം കാണിച്ച് നമുക്കൊരു ഡീറ്റെയിൽസ് തരും, നമ്മൾ എത്ര പേരുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ 7 പേരും 2 ഇൻഫൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസെല്ലാം പറഞ്ഞാൽ നമുക്ക് ഒരു ടിക്കറ്റ് തരും. ടിക്കറ്റ് ഇതേ ഉള്ളൂ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അവർ നമുക്ക് തരിക. ഇവിടെ നമുക്ക് നല്ല വ്യൂ ആട്ടോ. ശരിക്കും നമ്മുടെ അറ്റ്ലാന്റിക് വെയിലാണ് നമ്മളിതുള്ളത്. അറ്റ്ലാന്റിക് ഓഷൻ വെയിലാണ് നമ്മളിത് വളരുന്നത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ ഈ ഒരു റൂട്ടിൽ തന്നെ. അതുപോലെ നമ്മൾ കില്ലി ബസ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട് ഈ ഒറ്റ കവറേജ് ഏരിയയിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുമ്പം. അപ്പം നമ്മുടെ ബസ് ഇവിടെ റെഡി ആവുന്നുള്ളൂ. 5 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കാം. മുകളിലോട്ട് പോകുന്ന വിശേഷങ്ങളും ക്ലിഫിലെ വിശേഷങ്ങളും നമുക്ക് കാണാം. എക്സ്കണങ്ങൾ ക്ലിഫിൽ പോവാണോ? എല്ലാവരും ഉണ്ട്. ക്ലിഫിൽ പോവാണോ? അമ്മുച്ച് ക്ലിഫിൽ പോവാണോ? To get off for the winter months. We don't have any predators, so they're safe. The only predator we would have is a fox in the lambing season, and that's long over. And really, when the lambs are there, after 5 or 6 days, if there's any commotion of any kind, the lambs run to the mother for protection anyway. The colours of paint you see on the sheep decide which sheep belong to each farmer. That's how they distinguish between the flocks. Donegal Bay directly in front of us, County Sligo across the other side. That mountain with the flat top coming into view, that's Benbulben Mountain, right close to Sligo. William Butler Yeats, famous poet, is buried by the base of Benbulben Mountain. We're told Donegal Bay is the widest bay in Ireland, surrounded by 3 counties. Donegal, County Sligo and County Leitrim has the shortest coastline in Ireland at just 3 miles. Here we have a very modern, high-tech traffic management system. It's almost automatic. See what I mean? Sheep roam freely all over the place. When the farmers want to round them up, they bring up the dogs, the sheepdogs. The sheepdogs do the work. They bring the sheep to a shed, or sometimes they erect a pen on the mountain. Either ways, the sheep are rounded up and then they're divided out among the farmers, depending on the colours of paint on the sheep. The dogs haven't figured out the colour scheme just yet. Give them time. Pardon? Give them time. Oh yes. We're working on it. This growth to our right are rushes, they just grow wild. Years ago when everybody in Ireland grew their own potatoes, when we dug
her back little bit. That's the way it is. Further back there we have the heather. The heather is starting to come into bloom. See there on the rock face? It's like purple colour. By early next month, the entire mountain should be a nice purple colour. Last for about 3 months and then go back to normal again. And there's lobster along the coastline. That headland down there is called Callaghan Head. There's a tower on the headland we'll be able to see on the way back down. He's supposed to have been the first bishop in Ireland in a place called Elphin in County Roscommon. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ടോപ്പിലെത്തി. നമ്മൾ വന്ന് ഇവിടുന്ന് ബസ് ഇറങ്ങി. ഇതാണ് നമ്മുടെ ബസ്സാണ് അവിടെ ഉള്ള ബസ് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി അമ്മണ്ടം വ്യൂ ആണ്. നല്ലൊരു ക്ലിഫ്, അടിപൊളി നല്ല അടിപൊളിയാണ്. നമുക്ക് അങ്ങ് ദൂരെ ഒരു കണ്ടോ ഒരു ചെറിയ ബോട്ട് പോകുന്നുണ്ട്. കണ്ടോ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ പോകാം കേട്ടോ. ബോട്ടിങ്ങിലെല്ലാം അടങ്ങുന്ന ബോട്ടിങ് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ഒന്ന് ബുക്ക് ചെയ്യാം. നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ പോകാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നടക്കേണ്ടതുണ്ടോ എന്തോ അത്രയും മുകളിൽ വരെ ആൾക്കാർ മുകളിലോട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് ആൾക്കാരിങ്ങനെ നടന്ന് പോവാം. ഈ നടക്കുന്നവർ എന്താണ് ഇവിടം വരാം. ഈ മുകളിൽ കൂടെ എല്ലാം നമുക്ക് നടക്കാം കേട്ടോ. ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ വരെ പോയി ഫുള്ള് വ്യൂ കാണുന്നുണ്ട്. ഇങ്ങനെ നടക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ അകത്തൂടെ നല്ല കാറ്റാണ്, അടിപൊളി കാറ്റാണ്, നല്ല വ്യൂ. ഒരു രക്ഷയില്ല. ഇത് മൊത്തം നമുക്ക് ആസ്വദിക്കാം. കണ്ടോ ഇവരെല്ലാം കയറി കേട്ടോ. എല്ലാവരും കയറി ഇവിടുന്ന് കയറി പോവാണ്. നല്ല അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ മല കയറി മലയുടെ ഏറ്റവും ടോപ്പിൽ പൊളി കണ്ടോ. ആൾക്കാർ പോയി നിൽക്കുന്നത് കാണാം. അവരുടെ അടുത്ത് നമ്മൾ കുറേ ദൂരം കേട്ടോ, ഒരുപാട് ദൂരമാണ്. അത്രയുണ്ടെങ്കിൽ നമ്മളിത് അവിടെയാണ്, നമ്മളിവിടെയാണ്. ഇത്രയും ദൂരെയാണ്. ഇവിടുന്ന് എങ്ങനെ പോയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത്രയും ലോങ്ങാണ്. അങ്ങ് ദൂരെ നമുക്ക് ബോട്ട് പോകുന്നതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു വൈഡ് വ്യൂ ഞാൻ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നിറങ്ങി കിടക്കുകയാണ്. ഇത് നമുക്ക് അങ്ങേറ്റം വരെ ഇതാണ്. നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ക്ലിഫാണ്. നമ്മൾ സാധാരണ അയർലാൻഡിൽ കാണുന്ന ക്ലിഫിൽ നിന്ന് കുറേ വ്യത്യസ്തമാണ്. നമുക്ക് പല രീതിയിലുള്ള ബോട്ടിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ബോട്ടിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്കിതുപോലെ ഇതിൻ്റെ അടിയിൽ പോകാൻ നമുക്ക് കാണാൻ പറ്റും. അവർ പറയുന്ന ഡോൾഫിനെല്ലാം കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ടാവും, അങ്ങനത്തെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. നല്ലൊരു വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ എല്ലാം സേഫാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ്ലി അവർ ഗൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല ക്ലിഫിലും നമുക്കിത് അങ്ങനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ പല രീതിയിൽ നല്ല സേഫായിട്ടുള്ള ഏരിയയാണ് മൊത്തം. അങ്ങറ്റം വരെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി. പിന്നെ നമ്മൾ ഇത്ര അടുത്ത് കേട്ടോ. ഇതിൻ്റെ നമ്മളുണ്ടോ ഇത്ര അടുത്താണ്. ഇത്ര അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻഡായി. ഇവിടെ നേരെ താഴോട്ടോ.
ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. സ്ലീവ് ലീഗിൻ്റെ ക്ലിഫ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾ സ്ലീവ് ലീഗിൽ നിന്ന് അടുത്തൊരു കിട്ടലും സംഭവത്തിനാണ് ബോട്ടിങ്ങിന് പോവാണ്. നല്ല അടിപൊളി ബോട്ടിങ്ങാണ്. അപ്പം വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാതെ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ദിസ് ഇസ് ജിം ആൻഡ് മാർത്തൻ സൈനിങ് ഓഫ്. ഗോഡ്